ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാകിസ്ഥാൻ വലിയ യുദ്ധം നടന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നടക്കുന്ന സമയങ്ങളിലൊന്നും പാർലമെൻറ്റ് സെഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷം ആരംഭിച്ച പാർലമെൻറ്റ് സെഷനാണ് ഇപ്പോഴത്തേത്. സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പാർലമെൻറ്റ് സെഷനിൽ വലിയ ചർച്ചയാവും. കാരണം ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസ്, അതായത് പ്രധാന പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകണം, നമുക്ക് എത്ര നാശനഷ്ടം വന്നിട്ടുണ്ട്, നമ്മൾ പാകിസ്ഥാനിൽ എവിടെയൊക്കെ അടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞ കോൺഗ്രസും പ്രധാന പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയാക്കുകയേ വേണ്ട. ഇത് ഒരുതരം ഇരട്ടത്താപ്പല്ലേ? അത് ഇന്നലത്തെ അറിയാലോ, ഇന്നലെ തീവ്രവാദികളെ വധിച്ചു എന്ന് സൈന്യം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ്. ദേശീയ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നവർ ഇന്നലെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഇന്നലത്തെ പാർലമെന്റിന്റെ നടക്കാൻ പോയിരുന്ന ആ ഒരു ചർച്ചയെപ്പറ്റി കാത്തിരുന്നത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് നാളുകളേറെയായി. എങ്കിലും പാർലമെന്റ് സമ്മേളനത്തിൽ തടസ്സമില്ലാതെ ഇതുവരെ ഒരു ദിവസം പോലും നടന്നു കണ്ടിട്ടില്ല. പലതരത്തിലുള്ള വിവാദങ്ങളാണ് വരുന്നത്. പാർലമെന്റിനെ എങ്ങനെയും തടസ്സപ്പെടുത്തുക, അവിടെ ചർച്ച നടത്താതിരിക്കുക, അവിടെ നിന്നുള്ള ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുക, ഇതൊക്കെയാണ് പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി അവിടെ പരമാവധി ഒച്ചപ്പാടുണ്ടാക്കുക, പരമാവധി സഭ തടസ്സപ്പെടുത്തുക, അതിനുവേണ്ടി അവിടെ പരമാവധി ഒച്ചപ്പാടുണ്ടാക്കുക, പരമാവധി സഭ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടയായിട്ടാണ് പ്രതിപക്ഷം ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. ഇന്നലെ അവരുടെ തന്നെ ആവശ്യപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച ഇന്നലെ ലോക്സഭയിൽ 12 മണിക്ക് നിശ്ചയിച്ചതുമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ, രാഹുൽ ഗാന്ധി എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ സർക്കാർ ഇന്നലെ തയ്യാറായിരുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പല പല ചോദ്യങ്ങൾ വേറെയും ഉയരുന്നുണ്ട്. ഈ പഹൽഗാമിൽ നടന്ന ആക്രമണം നടത്തിയ ഭീകരർ എവിടെ പോയി? പഹൽഗാമിൽ ആക്രമണം നടത്തിയത് അവർ തന്നെയാണോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം, കോൺഗ്രസിന്റെ നേതാവ് ആയിട്ടുള്ള ഈ പി ചിദംബരം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ കടന്നാക്രമിച്ചു സർക്കാരിനെ. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ളവരാണോ, അത്തരത്തിലുള്ള അവിടെ നിന്നുള്ള ഭീകരന്മാരാണോ, അതോ ഇന്ത്യക്കകത്തുള്ള ഭീകരന്മാരാണോ എന്നുള്ളൊരു ചോദ്യം, ഈ ഒരു കുന്തമുനയുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും, അതാണല്ലോ 2 സർജിക്കൽ സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ 2 സൈനിക നടപടികൾ തമ്മിലൊരു അന്തരം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ധാരാളം ഭീകരാക്രമണങ്ങൾ കാശ്മീരിനുള്ളിൽ നടന്നിട്ടുണ്ട്. ആ ഭീകരാക്രമണങ്ങളിൽ അനവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടിക്ക് പോയിട്ടില്ല. തീർച്ചയായും ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാന്റെ ശക്തമായ ഒരു പിന്തുണ ഉണ്ടായിരിക്കണം, പാകിസ്ഥാന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരിക്കണം. എന്നിട്ടും പാകിസ്ഥാനെതിരെ അന്ന് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പൊക്കെ നൽകിയെങ്കിലും ഒരു തരത്തിലും നേരിട്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. പക്ഷേ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പൊടുന്നനെ ഇന്ത്യ സൂചന നൽകി, ഞങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ നൽകിയിരിക്കും എന്ന്. പാകിസ്ഥാനിലേക്കൊരു കടന്നുകയറ്റവും തിരിച്ചടിയും ഉണ്ടാകും എന്ന് നമ്മൾ അന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ്. അതിന്റെ കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ തീർച്ചയായും പാകിസ്ഥാൻ ISIക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന പ്രാഥമികമായ തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സൈനികാക്രമണം നടത്തിയത്. വെറുതെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ പാകിസ്ഥാൻ ആയിരിക്കാം ഇത് ചെയ്തത് എന്നൊരു ധാരണയിലൊന്നും ഒരു സൈനിക നടപടിയും ഒരു രാജ്യത്തിനെതിരെയും എടുക്കാനാവില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ്, സർക്കാരിന്റെ തീരുമാനങ്ങൾക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കേണ്ട രാഷ്ട്രീയ നേതാവ്, അതിലേറെ രസകരം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രാഷ്ട്രീയ നേതാവ്, കാശ്മീരിലെ സാഹചര്യങ്ങളെക്കുറിച്ചും കാശ്മീരിലെ ഭീകരവാദത്തെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണെന്നുള്ളൊരു ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു അജ്ഞതയൊന്നുമല്ല, അത് പൂർണ്ണമായും അത് രാഷ്ട്രീയമാണ്. ജനങ്ങൾക്കിടയിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചില സംശയങ്ങൾ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രസ്താവനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കാരണം BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാകരുത്, അതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. തീർച്ചയായിട്ടും BJP എന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ആ സമയത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്നാൽ അങ്ങനെ ഒരു നട്ടലുള്ള നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ചില രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്നിരിക്കും. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നതെന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ഇത്രയും ദിവസമായി ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ധാരാളം ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം പോലും ഒഴിയാതെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും
മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പാകിസ്ഥാന്റെ മേൽ സ്വീകരിച്ച സൈനിക നടപടികളെക്കുറിച്ച് വള്ളിപുള്ളി വിടാതെ പാർലമെന്റിൽ വിശദീകരണം, അത് പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഉന്നയിച്ച് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നലെ സർക്കാർ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ചെയ്തത് എന്താണ്? എഴുന്നേറ്റ് നിന്ന് ബീഹാറിലെ SIR-നെ കുറിച്ച് ചർച്ച വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. SIR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ്. ഇത് എന്തിന്റെ റിവിഷനാണ് ചെയ്യുന്നത്? നമുക്കറിയാം, അത് ഒരു വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടികയിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ കടന്നു വന്നിട്ടുണ്ടോ, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. അങ്ങനെ പരിശോധിച്ചതിലൂടെ ഏതാണ്ട് 1/2 കോടിയോളം ആളുകൾ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നു. ഇത് ആളുകളെ ബോധപൂർവം പുറത്താക്കിയതാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർലമെന്റ് തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത്. ഈ SIR-ന്റെ മേൽ ചർച്ച വേണം എന്നാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യേണ്ട ഈ ദിവസം. അങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. അങ്ങനെ അത് അനുവദിച്ചപ്പോൾ അത് വേണ്ട, SIR ചർച്ച മതി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഈ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളുടെ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് 2 MP-മാർ ആവശ്യപ്പെട്ടത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് അത് പോയത്. ആ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധവുമാണെന്ന് പറഞ്ഞ് കുറെ അംഗങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച തടസ്സപ്പെടുത്തുന്ന ഒരു അജണ്ട പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമായി തന്നെ ഇന്നലെ രാജ്യത്തിന് ബോധ്യമായ ഒരു ദിവസമായിരുന്നു. രാവിലെ സഭ ചേരുന്നു, ഉടൻ തന്നെ ബഹളം ആരംഭിക്കുന്നു. 10 മണി വരെ സഭ നിർത്തിവെക്കുന്നു, വീണ്ടും ചേരുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. 12 മണി വരെ നിർത്തിവെക്കുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. 2 മണി വരെ നിർത്തിവെക്കുന്നു, വീണ്ടും ബഹളം ആരംഭിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു അജണ്ട, അങ്ങനെ ഒരു ഉദ്ദേശം പ്രതിപക്ഷത്തിനുണ്ട് എന്ന് ഭരണപക്ഷം പറഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ അത് വിശ്വസിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ആദ്യം ചില മണ്ടത്തരങ്ങളൊക്കെ പറയുക. അതിന് 16 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു തന്നിരിക്കും. ആ മറുപടി താങ്ങാനുള്ള കരുത്ത് ഇന്നത്തെ പ്രതിപക്ഷത്തിനില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ചർച്ച കഴിയുമ്പോഴും സ്കോർ ചെയ്യുന്നത് BJP തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.